രക്ഷിക്കണേ ഈശ്വര. കണ്ണ രക്ഷിക്കണേ കൃഷ്ണ. ഓം നമോ നാരായണായ നമഃ. ചേച്ചി, ആ എന്താ സന്ധ്യ രാവിലെ? കുഞ്ഞിന് സുഖമില്ല, ഡോക്ടറെ ഒന്ന് കാണിക്കണം. കയ്യിലാണെങ്കിൽ കാശുമില്ല. ഒരു 500 രൂപ കടം തരാവോ? അടുത്ത ആഴ്ച തിരിച്ചു തരാം. ഇവിടെ കാശൊന്നും ഇരിപ്പില്ല. മാസം അവസാനമാകുമ്പോ കയ്യിലൊന്നും ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാ? വെള്ളിയാഴ്ച രാവിലെ തന്നെ കടവും ചോദിച്ചു വന്നോളൂ. എന്താ സന്ധ്യ? കുഞ്ഞിന് സുഖമില്ല, ഡോക്ടറെ കാണിക്കാൻ കാശുമില്ല. ഒരു 500 രൂപ കടം ചോദിച്ചു വന്നതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? രൂപ കിട്ടിയില്ലേ? ഇല്ല. വെള്ളിയാഴ്ച രാവിലെ തന്നെ നാട്ടുകാർക്ക് പണം വിതരണം ചെയ്യുന്ന കണ്ടില്ലേ? മുടിയ മറ്റു വല്ല കാരണവും വേണോ? അരുണേട്ട എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? വെള്ളിയും ചൊവ്വയൊന്നും ആർക്കും ഒന്നും കൊടുക്കരുതെന്ന് അറിയില്ലേ? കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാനല്ലേ. ഇത്തരം ഘട്ടങ്ങളില് അങ്ങനൊന്നും ചിന്തിക്കരുത്. ചൊവ്വയും വെള്ളിയും ഒന്നും നോക്കാതിരുന്ന വീട് മുടിയും, അത്ര തന്നെ. അമൃതേ, ഒരു ഗ്ലാസ് വെള്ളം താ. പ്രിയപ്പെട്ട മക്കളെ, ആഭിചാര പ്രയോഗത്തിൽ നിരവധി പ്രയോഗങ്ങൾ വ്യത്യസ്തമായുണ്ടെന്ന് സ്വാമിജി പറഞ്ഞുവല്ലോ. ആഭിചാരത്തെ കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കൂടോത്ര ക്ലാസ് 5ഓ 6ഓ ഭാഗങ്ങളായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത്. നാളെ കോഴിമുട്ടയിലെ പ്രയോഗത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ക്ലാസുകൾ ഉണ്ടായിരിക്കും. അമൃതേ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എത്ര വലിയ കൂടോത്തർ പ്രയോഗത്തിനും സ്വാമിജിയുടെ കയ്യിൽ പ്രതിവിധിയുണ്ട്. കാർക്കോടക യന്ത്രം മുതൽ രക്തകാർക്കോടക മഹായന്ത്രം വരെ ആശ്രമത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് ഓൺലൈനായി തന്നെ ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാണ്. കേവലം 10,000 രൂപയിൽ തുടങ്ങി 1,00,000 രൂപ വരെ കുറഞ്ഞ നിരക്കിൽ മഹാമന്ത്രസിദ്ധിയുള്ള വിവിധ യന്ത്രത്തകടുകൾ ആശ്രമത്തിൽ വിൽപ്പനയ്ക്കുണ്ട്. ഓൺലൈനായി അവ അയച്ചു തരുന്നതാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി അറിയിക്കുന്നു. ധാരാളം അമ്മമാർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ മദ്യപാനം നിർത്താൻ വേണ്ടി സ്വാമിജിയുടെ അനുഗ്രഹം തേടുന്നുണ്ട്. അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു.
ആശ്രമത്തിൽ വീരഭദ്രസ്വാമിക്ക് പ്രത്യേക പൂജ നടക്കുകയാണ്. എല്ലാ മാസവും ആശ്രമത്തിൽ നടത്തുന്ന സുരസഹസ്ര മഹായജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 1001 മദ്യക്കുപ്പികൾ കൊണ്ടുള്ള പൂജയാണ്. വിദേശ നിർമ്മിത മദ്യം മാത്രമേ പൂജയിൽ സ്വീകരിക്കുകയുള്ളൂ. ഇനി തുടർന്നുള്ള സുരസഹസ്ര മഹായജ്ഞത്തിൽ പങ്കാളിയാവുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ജയ് കാർക്കോടകാനന്ദ സ്വാമി തിരുവടികൾ. ജയ് കാർക്കോടകാനന്ദ സ്വാമി തിരുവടികൾ. മാറാത്ത മഹാരോഗങ്ങൾക്കും ഏതുതരം മഹാരോഗങ്ങൾക്കും എത്ര പഴകിയ മഹാരോഗങ്ങൾക്കും എല്ലാവിധ മഹാരോഗങ്ങൾക്കും കാർക്കോടക കഷായം, കാർക്കോടക രസായനം, ഒരു കാർക്കോടക മഠം ഉൽപ്പന്നം. എല്ലാവിധ കൂടോത്രങ്ങൾക്കും ഒരു പ്രതിവിധി. കാർക്കോടക യന്ത്രം, രക്ത കാർക്കോടക മഹായന്ത്രം. സമീപിക്കുക. അരുണേട്ടാ, അരുണേട്ടാ, ആ അരുണേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? ഇപ്പൊ ഇവിടെ ആരും വിളിച്ചില്ല. ചാകാൻ നേരത്ത് പോലും ഒരു തുള്ളി വെള്ളം തരാൻ നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് മനസ്സിലായി. പാവം കണ്ണനാ ഒരു തുള്ളി വെള്ളം എടുത്തോണ്ട് വന്നത്. ഞാൻ കാർക്കോടകൻ സ്വാമിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമല്ലായിരുന്നോ? എന്തു സ്വാമി? കാർക്കോടകൻ സ്വാമി. നല്ല പേര്. കാർക്കോടകന്റെ പേര് മാത്രമേ ഇയാൾക്ക് കിട്ടിയുള്ളോ? അല്ല, വല്ല ആനന്ദന്റെയോ വാസിയുടെ പേര് ഇട്ടൂടായിരുന്നോ? അരുണേട്ടാ, വേണ്ട, കാർക്കോടകൻ സ്വാമിയെ കളിയാക്കല്ലേ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒരു കാർക്കോടക സ്വാമി. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. ഏതൊക്കെ? കാണുന്ന ഈ കള്ളസിദ്ധന്മാരുടെ പിറകെ പോകുന്നതോ? അരുണേട്ടന് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, കളിയാക്കി ദോഷം വിളിച്ചു വരുത്തണ്ട. അരുണേട്ടാ, എനിക്കൊരു കുപ്പി സ്കോച്ച് വേണമായിരുന്നു. നീ എന്നാ തുടങ്ങിയത്? എന്ത്? അല്ല, വെള്ളോടി. അയ്യോ, എനിക്ക് കുടിക്കാനല്ല, പിന്നെ സ്വാമിക്ക് വഴിപാട് കൊടുക്കാനാ. സ്വാമിക്ക? ആ, കാർക്കോടക സ്വാമിക്ക്. സ്വാമിക്ക് കള്ളുകുപ്പിയോ? സുരസഹസ്ര മഹായജ്ഞത്തിനുള്ള വഴിപാടാ. മാങ്ങാ തൊലി. എടി, ഇത് വഴിപാടും കാണിക്കൊന്നുമല്ല, നിന്റെ സ്വാമിക്ക് കുടിക്കാനാ. അയ്യോ, മഹാപാപം പറയല്ല അരുണേട്ടാ, ദൈവകോപം ഉണ്ടാവും. അരുണേട്ടന്റെ കുടി നിർത്താനേ ഈ വഴിപാട്. ഓ, എന്റെ കുടി നിർത്താനോ? ആണ്ടിനും സംക്രാന്തിക്കും 1 or 2 പെഗ്ഗടിക്കുന്ന എന്റെ കുടി നിർത്താനോ? കൊള്ളാം. വല്ലപ്പോഴും ആണെങ്കിലും അരുണേട്ടൻ കുടിക്കണ്ട. നല്ല കഥ. നിന്റെ ആ ആസാമിക്ക് പൂസാവാൻ ഞാൻ പൈസ കൊടുക്കണം അല്ലേ? കൊള്ളാം. ഇവിടെ ഞാൻ സ്കോച്ച് കണ്ട കാലം മറന്നു. വഴക്കുണ്ടാക്കാൻ വരുന്ന ആരാടി വഴക്കുണ്ടാക്കാൻ വന്നത്? എന്നെ നോക്കി തുപ്പിയതും ആട്ടിയതും നീയല്ലേ? എന്നെ ആട്ടി തുപ്പിയ ഞാനും ആട്ടും. വൃത്തികെട്ടതള്ളേ, നീ ആടി വൃത്തികെട്ടവള്. ഞാൻ നല്ല ഒന്നാന്തരം കുടുംബത്തിൽ പറഞ്ഞതാടി. ഓ, നിങ്ങളുടെ ഒരു കുടുംബ മഹിമ. ആ കഥകളൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്ത് കഥയാടി പറയാനുള്ളത്? പറയടി, ഞാനൊന്ന് കേക്കട്ടെ. നിങ്ങളുടെ കഥകളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞാലേ ഇന്നും നാളെ ഒന്നും തീരില്ല. അമ്മേ, ഇങ്ങോട്ട് പോര്. എന്നാ നീ ഒന്ന് പറയടി. പറയാനുള്ളതൊക്കെ പറ. എനിക്കും ഉണ്ടടി പറയാൻ. ഇങ്ങോട്ട് വാ. നിങ്ങളുടെ വിശേഷങ്ങളെ ഞാനും പറയാം. ഉണ്ടെങ്കി പറയടി. പറയടി. ഞാൻ പറയാടി. ഞാൻ പറയും. ഈ അർജുനൻ പിള്ള പറയും. നിങ്ങൾ രണ്ടുപേരും കുറെ നേരമായി കഥ പറയും കഥ പറയുന്നു പറയും. നിങ്ങൾ കഥ പറഞ്ഞില്ലെങ്കിൽ ഈ അർജുനൻ പിള്ള പറയും. നിങ്ങൾ വീടിനകത്തേക്ക് പോ മനുഷ്യ. വെള്ളം അടിച്ചിട്ട് നാട്ടുകാരെ കാണിക്കാനായിട്ട്. നാട്ടുകാര് കാണട്ടെടി, കാണട്ടെ. എന്റെ കാശ് കൊടുത്താ ഞാൻ കുടിച്ചേ.
നീ കഥ പറയുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ പറയും. നാട്ടുകാര് പറയണ്ട, ഞാൻ പറയും. എന്താ എന്താ ഇവിടെ എന്താ എന്താ അമൃത? നിന്റെ പെണ്ണുമ്പിള്ളേ മര്യാദക്ക് നിർത്തണം. അതിന് ഇവളെന്ത് ചെയ്തു? ഞാൻ മര്യാദയ്ക്ക് തന്നെയാ ജീവിക്കുന്നത്. മര്യാദ മര്യാദ വേണം, മര്യാദ വേണം. കലഹപക്ഷി ചെലച്ചു പോയപ്പോഴേ ഞാൻ അതിനെ നോക്കി ഒന്ന് തുപ്പി. ഇവിടെ വഴക്കുണ്ടാവണ്ടെന്ന് കരുതി ഞാൻ തുപ്പിയത് ഈ തള്ള ഏറ്റുപിടിച്ചു. അയ്യടി, അവര് പറയുവാ അവരെ ഞാൻ തുപ്പിയതാന്ന്. ചേടാ, അയൽപ്പക്കത്ത് ഇവരുണ്ടെന്ന് കരുതി ഇവിടെ മറ്റുള്ളവർക്ക് നീട്ടി തുപ്പാൻ പറ്റില്ലെന്ന് വെച്ചാ? അമൃത നീ വാ വാ. ദേ അവള് വീണ്ടും തുപ്പിയത് കണ്ടോ? തുപ്പിയതല്ലേ ഉള്ളൂ, തൂറിയില്ലല്ലോ. ആ, ഏ? നീ ഇതെവിടെ പോകുന്നു? കഥ പറയാന്ന് പറഞ്ഞിട്ട് കഥ പറയാതെ നിന്നെ ഞാൻ വിടില്ല. അതിന് അർജുനൻ പിള്ള സമ്മതിക്കില്ല. കഥ പറയടി, എടീ കഥ പറയാൻ. നീ പോകുന്നു എടീ, നിന്നെ ഞാൻ വിടില്ല. കഥ പറയാതെ വിടില്ല. നീ പറഞ്ഞല്ലോ കഥ പറയാന്ന്. മൂക്കറ്റം കുടിച്ചിട്ട് കോപ്രായം കാണിക്കുന്നു. ഇങ്ങോട്ട് മാറി നിൽക്ക്. അയ്യോ, നിക്ക് 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 നിക്ക്. എന്തോരം പ്രശ്നങ്ങളായി വീട്ടില്. ശുദ്ധം തളിക്കട്ടെ. കണ്ണു നീറുന്നു. ഇത് അമ്പലത്തിലെ പുണ്യാഹ നിറച്ചു വെച്ചിരിക്കുന്നതാ. അതെങ്ങനെ നീറുന്നത്? എന്തു കുന്തായാലും സഹിക്കാൻ വയ്യ. നല്ല നീറ്റലുണ്ട്. മുളക് വെള്ളം എന്നാ തോന്നുന്നേ. മോനെ കണ്ണാ, ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്തോണ്ട് വാടാ. നോക്കട്ടെ നോക്കട്ടെ. ഞാൻ ഊതിത്തരാം. നീ ഒന്ന് മാറിയേ. നീ മനഃപൂർവ്വം ചെയ്തതാ. ഇത് മുളക് വെള്ളം തന്നെയാ. ദേവദോഷം പറയല്ലേ. അരുണേണ്ണ അറിയില്ലേ അരുണേട്ടാ മൊന്തയില് പുണ്യാഹം നിറച്ചു വെക്കുന്നതാണെന്ന്? ആ വെള്ളത്തിൽ ഞാൻ കൈ കഴുകിയായിരുന്നു. മീൻകറിയും കൂട്ടിയിട്ട് പുണ്യാഹത്തിലാണോ കൈയിട്ട് കഴുകുന്നേ? കുരുത്തം കെട്ടവൻ. ആ പോട്ടെ, പറ്റിയത് പറ്റി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണാ, തൊടുന്നതെല്ലാം കുഴപ്പത്തിലാണല്ലോ. ഹലോ, കാർക്കോടക മഠമല്ലേ? നമസ്കാരം സ്വാമി. നമസ്കാരം. ഇത് കാർക്കോടക മഠമാണ്. പക്ഷേ ഇത് സ്വാമിജി തൃപാദങ്ങളല്ല. സ്വാമിയുടെ പ്രധാന ശിഷ്യനാണ്. എന്താ പറയൂ. എന്റെ ഒരു സങ്കടം പറയാനാ. കാർക്കോടകൻ സ്വാമി തിരുവടികളെ ഒന്ന് ഫോണിൽ കിട്ടുവോ? സ്വാമിജി ടെലിഫോണിൽ വരാറില്ല. ഭക്തജനങ്ങൾക്ക് ടിവിയിലൂടെ ദർശനം നൽകുകയാണ് പതിവ്. പ്രശ്നങ്ങൾ എന്താണെന്ന് പറയൂ. പരിഹാരത്തിന് സ്വാമിജി നിർദ്ദേശിക്കുന്ന യന്ത്രങ്ങൾ അയച്ചു തരാം. എന്റെ പ്രശ്നങ്ങൾ സീരിയസാ. എന്താണെന്ന് പറയൂ. ഞാനിപ്പോ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അത് കുഴപ്പമായിട്ട് മാറുന്നു. എന്റെ ഹസ്ബൻഡിന്റെ കണ്ണില് ഇന്ന് ഞാൻ മുളക് വെള്ളം തളിച്ചു. അറിഞ്ഞുകൊണ്ട് ഒഴിച്ചതല്ല, പുണ്യാഹം തളിച്ചതാ. ഓഹോ, അങ്ങനൊരു പുണ്യാഹമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് യന്ത്രമാ വേണ്ടത്? വീട്ടിൽ സ്ഥാപിക്കാനുള്ളതോ അരയിൽ കെട്ടാനുള്ളതോ? രണ്ടും വേണം. എളുപ്പം ഫലം തരുന്ന രക്തകാർക്കോടക മഹായന്ത്രം വീട്ടിനുള്ളിൽ സ്ഥാപിക്കുക. കാർക്കോടക യന്ത്രം ഏലസായി അരയിൽ കെട്ടുക. പെട്ടെന്ന് ഫലം കിട്ടുവോ? ഉറപ്പായി. രണ്ടിനും കൂടി എത്ര രൂപയാവും? കാർക്കോടക യന്ത്രം ഒന്നിന് 10,000 രൂപ. രക്തകാർക്കോടക മഹായന്ത്രത്തിന് 50,000 രൂപ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാ മതിയോ? അത് പറ്റില്ല, ഒന്നിച്ചടയ്ക്കണം. എങ്കിലേ ഫലം കിട്ടൂ. എവിടെ ചെന്ന് ഇത്രയും തുക ഒന്നിച്ചുണ്ടാക്കും? ചേട്ടനോട് ചോദിച്ചാ ഈ കാര്യത്തിന് തരില്ല. ആഭരണം എന്തെങ്കിലും പണയം വെക്കാതെ പറ്റില്ല. ഹലോ, വയ്ക്കല്ലേ, ഫോൺ വയ്ക്കല്ലേ. പറയൂ പറയൂ. സ്വാമിജിയുടെ ഒരു ഫോട്ടോ കൂടി ചോദിക്കാം. പൂജാമുറിയിൽ വെക്കാം, നല്ല ഐശ്വര്യം ഉണ്ടാവും. അതെ, സ്വാമിജിയുടെ ഒരു ഫോട്ടോയും കൂടി തരുമോ? ഇല്ല ഇല്ല ഇല്ല. ആശ്രമത്തിൽ വന്ന സ്വാമിജിയെ നേരിൽ ദർശനം ലഭിക്കുമോ? പറ്റില്ല. ടിവിയിലൂടെ മാത്രമേ സ്വാമിജിയെ ദർശിക്കാൻ പറ്റൂ. എത്രയും വേഗം രൂപ അയക്കൂ, യന്ത്രങ്ങൾ അയച്ചു തരാം. ശരി, രൂപ അയക്കുന്നതിന് മുമ്പ് വിളിക്കാം.
വളയ്ക്കെല്ലാം കൂടി എത്ര കിട്ടുമോ എന്തോ. ഉഫ്, സമയം അങ്ങ് പോയി. അവിടെ ചെല്ലുമ്പോ ബാങ്കിന്റെ സമയം കഴിയുമെന്തോ. ശ്ശെ. അപശകുനം വല്ലതും കണ്ടാലോ? ഇതിലേ പോവാം. അപശകുനാണല്ലോ ദൈവമേ. നാശങ്ങൾക്ക് കരിയില കത്തിക്കാൻ കണ്ട നേരം. എന്ത് ചെയ്യാം? ബാങ്കിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് എത്തിയേ പറ്റൂ. അപശകുനങ്ങളുടെ ഘോഷയാത്രയാണല്ലോ. ഇനി എന്താ ചെയ്യാ? എന്താ ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുന്നേ? തിരുമേനിക്ക് വരാൻ കണ്ടൊരു നേരം. അതെന്താ? നേരത്തിനെന്ത് പറ്റി? നേരത്തിനല്ല പറ്റിയത്, എനിക്കാ. ഒറ്റ ബ്രാഹ്മണന്റെ ശകുനം കാണുന്നത് നല്ലതാണോ തിരുമേനി? അതിന് ഞാനെന്ത് പിഴച്ചു? എനിക്കിപ്പോ വഴി നടക്കാതെ പറ്റുമോ? തിരുമേനി നടന്നോ? ഭൂഗോളത്തിന് അങ്ങ് അറ്റം വരെ നടന്നോ? ഞാനങ്ങ് പോവാ. ഈ ശകുനം മുടക്കികളെ കൊണ്ട് ജീവിക്കാൻ വയ്യാതായാലും എന്റെ ദൈവമേ. ഇനി ഏതെങ്കിലും പ്രൈവറ്റ് ബാങ്കിൽ ചെന്ന് നോക്കാം. ചേടാ, അരുണേട്ടാ, ഉം. അലമാരിയിൽ വെച്ചിരുന്ന രൂപ നിങ്ങൾ എടുത്തോ? ഇല്ല. സത്യം പറ, നിങ്ങൾ എടുത്തു അല്ലേ? ഞാൻ എടുത്തിട്ടില്ല. ദേ, ഞാൻ തലയ്ക്ക് ഒഴിഞ്ഞു വെച്ച നേർച്ചയാ കാർക്കോടക സ്വാമിക്കുള്ളത്. ആ? എല്ലാ അമാവാസിയിലും 501 രൂപ വെച്ച് തലയ്ക്ക് ഒഴിഞ്ഞ് സമർപ്പിക്കണം. ഓ. 1 വർഷം തികയുമ്പോ ഈ തുക ഒന്നിച്ച് സ്വാമിജിക്ക് ദക്ഷിണയായിട്ട് സമർപ്പിക്കാനുള്ളതാ. ഓ. 1 വർഷത്തെ സമർപ്പണോ അത്? ഇപ്പൊ അത് കാണുന്നില്ല. രൂപ എടുത്തെങ്കിൽ എടുത്തെന്ന് സമ്മതിക്ക്. ഏ? ചെയ്ത തെറ്റിന് പരിഹാര കർമ്മം ചെയ്ത് രക്ഷ നേടാം. ദേ, ഇല്ലെങ്കി കാർക്കോടകൻ സ്വാമികളോടാ കളി. സ്വാമികളോട് കളിക്കരുത്, അച്ചട്ട് കാര്യ അനുഭവിക്കുവേ. ഞാൻ അനുഭവിച്ചോളാം. എന്ന് വെച്ചാ ആ രൂപ അരുണേട്ടൻ എടുത്തു അല്ലേ? എന്തിനാ വെറുതെ എവിടെയോ കിടക്കുന്ന ഏതോ കാർക്കോടകന്റെ പേരും പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നേ? അനുഭവിക്കും. ഇതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഓഹോ, ഞാൻ അനുഭവിച്ചോളാം. മക്കളെ, നിങ്ങളുടെ ഷൂ ഒന്ന് പോളിഷ് ചെയ്യാൻ അച്ഛനോട് പോയി പറ. ചെല്ല്. കാല് കാണിച്ചേ. അയ്യോ, ഇതെങ്ങനെയാ കാല് മുറിഞ്ഞേ? അത് കളിച്ചപ്പോ വീണതാ. ഒരുപാട് നാളായി കണ്ണൊന്ന് ഒഴിഞ്ഞിട്ട്. നന്ദു, കണ്ണാ, രണ്ടുപേരും ഇങ്ങ് വന്നേ. എന്താ എന്താ മോനെ? മോനെ, മോനെ, നീ എന്തായി കാണിച്ചേ? കുഞ്ഞുങ്ങളുടെ കണ്ണൊഴിയായിരുന്നു. പിന്നെ മുളക് കത്തിച്ചല്ലേ കണ്ണൊഴിയാൻ നോക്കുന്നേ? മോനെ, കുട്ടികളെ സ്കൂളിൽ വിടാൻ നോക്കാതെ എന്തൊക്കെയാ നീ കാണിക്കുന്നേ? വാ.
ആ പോയി പോയി പോയി. ദാ വെള്ളം കുടിക്ക. ആ അമ്മേ ബസ് അമ്മേ. ആ നിനക്ക് സമാധാനമായല്ലോ? കുട്ടികളുടെ ഇന്നത്തെ ക്ലാസ് മുടക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ? സന്തോഷം. ദിവസം ചെല്ലുന്തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണല്ലോ. യന്ത്രങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ വന്നില്ലല്ലോ. രൂപ മുഴുവൻ അയച്ചു കൊടുത്തതോ? എത്രയും വേഗം കാർക്കോടക യന്ത്രം കയ്യിൽ കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാ പ്രയാസങ്ങളും മാറ്റി തരണേ എന്റെ കാർക്കോടകൻ സ്വാമി തിരുവടികളെ. അനുഗ്രഹിക്കണേ. ഹലോ ഹലോ, കാർക്കോടക മഠമല്ലേ? ഹലോ ഹലോ. കട്ടായല്ലോ. ബെല്ലടിക്കുന്നില്ലല്ലോ. ചേടാ, മുമ്പ് റിംഗ് എങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല, അനക്കവുമില്ല. വാർത്തകൾ വിശദമായി. വിദേശ കമ്പനികളെയും ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിൽ കൂടുതൽ വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. കൂടുതൽ ഇളവുകൾ നൽകി വിദേശ കമ്പനികളെ ആകർഷിക്കുവാനാണ് കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമായത്. വ്യാവസായിക വാണിജ്യ രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടാകുവാൻ പോകുന്നതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ആത്മീയതയുടെ മറവിൽ തട്ടിപ്പ് നടത്തിവന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കാർക്കോടകൻ സ്വാമി എന്നറിയപ്പെടുന്ന പോത്താനിക്കാട് പാറക്കുഴിയിലെ തങ്കപ്പന്റെ നേതൃത്വത്തിലുള്ള തട്ടിപ്പു സംഘത്തെ ഇന്നലെ രാത്രിയിലാണ് ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളും തട്ടിപ്പും സൈബർ സെൽ വിശദമായി അന്വേഷിക്കുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ മോഷണ കേസുകളിൽ ഉൾപ്പെട്ട പാറക്കുഴിയിൽ തങ്കപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാടുവിട്ടുപോയതാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പിന്നീട് ഇയാളെക്കുറിച്ച് നാട്ടുകാർക്ക് യാതൊരു വിവരവുമില്ലായിരുന്നു. ഇപ്പോൾ കാർക്കോടകൻ സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന തങ്കപ്പന് പെൺവാണിഭ സംഘങ്ങളുമായും അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. മോനെ കണ്ണാ, അമ്മയ്ക്കൊന്ന് വീശിക്കൊടുക്ക്. ഫാനിന്റെ കാറ്റ് പോരാ. വെള്ളം വേണോ? മോനെ നന്ദു, അമ്മയ്ക്ക് കുറച്ച് വെള്ളം കൂടി കൊടുക്ക്. സ്വർണം പണയം വെച്ച കാശ് പോയി അല്ലേ? വളയും ആ കട്ടിമാലയും കാണാതായപ്പോ തന്നെ എനിക്ക് തോന്നി. സ്വർണം പണയം വെച്ച് കാർക്കോടകന് കൊടുത്തത് ഞാൻ അറിഞ്ഞില്ലാന്ന് നടിച്ചതാ. ഒരു പാഠം പഠിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അനുഭവിച്ചോ? വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വേർതിരിവിന്റെ രേഖ വളരെ നേർത്തത്. ആ രേഖയിലെ വേർതിരിവ് മനസ്സിലാക്കാതെ വിശ്വാസങ്ങൾക്ക് പിറകെ പായരുത്. അത് അന്ധവിശ്വാസമായിട്ട് ഭവിക്കും. വിശ്വാസമാവാം, അന്ധവിശ്വാസമരുത്. ആചാരങ്ങളാവാം,
അനാചാരങ്ങൾ അരുത്. അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. പഠിച്ചോ? പഠിച്ചു. റിയലി? ശരിക്കും പഠിച്ചോ? ശരിക്കും പഠിച്ചു. ഉം.